അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന നടുവുളുക്ക്, ചെറിയ ചെറിയ മൈതാനങ്ങൾ നോക്കുമ്പോൾ ഡയറക്റ്റ്ലി വന്ന ഒരു കളിയിലേക്ക് ഏർപ്പെടാണ്. അല്ലെങ്കിൽ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ടർഫിൽ കളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെയിലി കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ടും ഈ ഒരു ഇഞ്ചറി പ്രിവെൻഷൻ. ഞാൻ ഡോക്ടർ അബ്ദുള്ള റോഷൻ, കൺസൾട്ടൻറ്റ് സ്പോർട്സ് സർജൻ, മൗലാന ഹോസ്പിറ്റൽ. ഡോക്ടർ, ഒരു കായിക താരത്തിന് മാത്രമാണോ ഒരു സ്പോർട്സ് ഡോക്ടറെ കാണേണ്ടത്? അത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. കായിക താരത്തിന് മാത്രം അഥവാ അത്ലീറ്റിന് മാത്രമാണോ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ കാണണം എന്നുള്ളത് പബ്ലിക്കിനുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആണ്. അതെ, എൻ്റെ അടുത്ത് ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് ലിഗമെന്റ് ഇഞ്ചുറീസ് ആണെങ്കിലും വളരെ കോമൺ ആയിട്ട് നമുക്കറിയാം ACL ലിഗമെന്റ് ഇഞ്ചുറി ആണ് ഒരു സ്പോർട്സ് സർജൻ്റെ അണ്ടറിൽ കൂടുതലായിട്ട് വരിക. അതിൽ 50% പേഷ്യൻസും സാധാരണക്കാരാണ് വരുന്നത്. ബാക്കി 50% മാത്രമേ അത്ലീറ്റ്സ് അല്ലെങ്കിൽ സാധാരണ റിക്രിയേഷണൽ ഫുട്ബോൾ പ്ലേയേഴ്സൊക്കെ വരുന്നുള്ളൂ. അപ്പം ബാക്കി 50% പകുതിയോളം പേഷ്യൻസ് നോർമൽ പേഷ്യൻസ് ആണ്. ഒന്നെങ്കിൽ ആക്സിഡൻറ്റ്, വണ്ടിയിൽ നിന്ന് ഇടിച്ച് വീഴുക, അതേപോലെ മുട്ടുകുത്തി വീഴുക, കാല് തെന്നി വീഴുക. ആ ഒരു ഇഞ്ചുറിയിലൂടെയും സാധാരണ കാലിൻ്റെ മുട്ടിൽ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വന്നിട്ട് ACL ലിഗമെന്റ്, മെനിസ്കസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇഞ്ചുറി വരാറ്. അല്ല, അതുപോലെ ചോദിക്കട്ടെ, ഇപ്പോൾ സ്പോർട്സ് മെഡിസിൻ എന്നുള്ളൊരു നെയിം വരാൻ കാരണം കൊണ്ടായിരിക്കും അവർക്കത് മാറ്റം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അതെ, സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ അത്ലീറ്റ്സ് അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺസിനാണ് എന്നുള്ളത്. അവിടെ തന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ഞങ്ങൾ വളരെ കോമൺ ആയിട്ട് ഡീൽ ചെയ്യുന്നൊരു ഇഞ്ചുറിയാണ് ഷോൾഡർ ഇഞ്ചുറി. ഷോൾഡർ ഇഞ്ചുറിയിൽ ഒരു 50 അല്ലെങ്കിൽ 40-50 കഴിഞ്ഞ ആൾക്കാർക്ക് റൊട്ടേറ്റർ കഫ് ടയർ വരും. റൊട്ടേറ്റർ കഫ് ടയർ നമ്മുടെ ഷോൾഡറിലുള്ള ഈ ബോളിനെ കവർ ചെയ്യുന്ന ഒരു ആവരണം, മസിൽ ടെൻഡൻ്റെ ഒരു ആവരണമാണ് റൊട്ടേറ്റർ കഫ് ടെൻഡൻ. അത് വളരെ കോമൺ ആയിട്ട് ഇഞ്ചുറി കാണാറുണ്ട്. അത് കീ ഹോൾ വഴിയാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. അതും വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു നോർമൽ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ കാണുന്നൊരു ഇഞ്ചുറിയാണ്. ഡോക്ടർ, അതുപോലെ നമുക്ക് ഒരു സ്പോർട്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വാമപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൂൾ ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. ഈ രണ്ടും ചെയ്യേണ്ടത് അനിവാര്യമാണോ ഒരു സ്പോർട്സിൽ? അത് ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൂടുതൽ ഉദ്ദേശിക്കുക സ്പോർട്സ് ഇഞ്ചുറി എങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. കൂടുതലും ഇഞ്ചുറീസും കാര്യങ്ങളും വരുന്നതാണെന്ന് പറയുന്നു. അതെ, ഇപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്പോർട്സ് ഇഞ്ചുറി പ്രിവെൻഷനിലാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കൂടുതൽ നമ്മൾ ഓരോ പേഷ്യൻസും അത്ലീറ്റ്സും ചെറിയ ഇഞ്ചുറിയൊക്കെ വരുന്ന ഒ പിയിൽ വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും പറയുക ഇനി നെക്സ്റ്റ് ഇഞ്ചുറി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ന്യൂട്രീഷൻ, സ്ലീപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേഷ്യൻ്റ് അത്ലീറ്റിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഫുട്ബോൾ ഇഞ്ചുറീസിലൊക്കെ പെട്ടെന്ന് കട്ടിങ്, പിവറ്റിങ് മൂവ്മെൻറ്റ്സ് വരും. പെട്ടെന്ന് ഡയറക്ഷൻ ടേൺ ചെയ്ത് ഓടുന്നത്, പെട്ടെന്നുള്ള സ്പ്രിൻറ്റിങ്. ആ ഒരു സമയത്തൊക്കെ, അല്ലെങ്കിൽ ചാടി ലാൻഡ് ചെയ്യുന്ന സമയത്ത്, ഒറ്റക്കാലിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സമയത്തൊക്കെ ഈ നീ ജോയിൻറ്റിൽ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വളരെ കോമൺ ആണ്. അപ്പോൾ സ്പോർട്സ് പേഴ്സണിന് നമ്മൾ ട്രെയിൻ ചെയ്യണം, മസിൽസിനെയും ട്രെയിൻ ചെയ്യണം, അതേപോലെ തന്നെ ബ്രെയിനെയും ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഗ്രാജുവലി നമ്മൾ അജിലിറ്റി ട്രെയിനിങ് എന്ന് പറയും. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടാവും നമ്മൾ എലീറ്റ് അത്ലീറ്റ്സൊക്കെ അല്ലെങ്കിൽ എലീറ്റ് ഫുട്ബോൾ പ്ലേയേഴ്സൊക്കെ ഇങ്ങനെ സിഗ്സാഗായിട്ട് ഓടുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ബോക്സ് ജമ്പിംഗ് എന്നൊക്കെ പറയും, ഒരു ഹൈറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസിൽസിനെയും ബ്രെയിൻസിനെയും ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്ത് നോർമലായിട്ട് നമ്മൾ ഡ്രിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻസിൽ കട്ടിങ്, പിവറ്റിംഗ് മൂവ്മെൻറ്റ്സ്, ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെയും മസിലിനെയും ലോങ് ടേമിൽ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കളിയുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും ഇഞ്ചുറി 100% നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പറഞ്ഞത് വാമപ്പ്, പ്രോപ്പർ വാമപ്പ് ഒരു 15 to 20 minutes വാമപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ മസിൽസ് അതിനനുസരിച്ച് ട്രെയിൻഡ് ആവുന്നതാണ് കളിയുടെ മുമ്പായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പറായിട്ട് മസിലൊന്നും സ്ട്രെച്ച് ആവാതെ അവർ റോ ആയിട്ട് ഇറങ്ങുന്ന സമയത്താണ് കൂടുതൽ ഇഞ്ചുറി കാണുന്നത്. അതുപോലെ തന്നെ കൂൾ ഡൗൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. അതങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനുള്ള? അതും ഇത് തന്നെ, നമ്മുടെ ഗ്രാജുവലി നമ്മുടെ ബോഡിയെ നോർമലായിട്ട് കൊണ്ടുവരുന്നതാണ് കൂൾ ഡൗൺ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ഏരിയകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ, ലൈക്ക് അത്ലറ്റ്സ് പൊതുവേ നമ്മൾ ചെയ്യുന്നുണ്ടാവും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും, കൂൾ ഡൗണും അതുപോലെ തന്നെ വാമപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും. പക്ഷേ എന്നാൽ നമ്മുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ മൈതാനങ്ങൾ നോക്കുമ്പോൾ ഡയറക്റ്റ്ലി വന്ന ഒരു കളിയിലേക്ക് ഏർപ്പെടാണ്. ഇത് കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നാണോ ഡോക്ടർ പറഞ്ഞത്? അപ്പോൾ തീർച്ചയായും അതിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് കണ്ടുവരിക, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളാണോ വരുന്നത്? അത് നമുക്ക് സ്പോർട്സ് ഇഞ്ചുറീസിൽ ലോങ് ടേം ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവും, അതേപോലെ തന്നെ അക്യൂട്ട് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവും. ലോങ് ടേം ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ റെപ്പിറ്റേറ്റീവ് മൈക്രോ ട്രോമാസ് എന്ന് പറയും. പലർക്കും ഈ കുതികാലിലുള്ള വേദന, പിന്നെ ഗ്രാജുവലി വരുന്ന ചിലപ്പോൾ ഹാംസ്ട്രിങ് സ്ട്രെയിൻ ഉണ്ടാവാം. അതേപോലെ തന്നെ പേഷ്യൻറ്റിന് ഉണ്ടാവുന്ന ചിലപ്പം ഓവർ ഹെഡ് അത്ലീറ്റ്സ് ഉണ്ടാവും, ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ്, വോളിബോൾ പ്ലെയേഴ്സ്, ബാഡ്മിൻ്റൺ പ്ലെയേഴ്സ്. അപ്പോൾ ഓവർ ഹെഡ് അത്ലറ്റ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് വരികയല്ലേ, ഈ കോക്കിംഗ് അപ്പ് മൂവ്മെൻറ്റ് എന്നാണ് പറയുക നമ്മൾ.
അപ്പോൾ ഈ ഒരു അബ്ഡക്ഷൻ എക്സ്റ്റേണൽ റൊട്ടേഷൻ വരുന്ന സമയത്ത് ഈ ലിഗമെൻ്റൊക്കെ സ്ട്രെച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ ബ്രെയിനിനെയും മസിലിനെയും ട്രെയിൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ കൂടുതലായിട്ട് വേണ്ടത്. അതേപോലെ തന്നെ പ്രോപ്പർ കളിക്ക് മുമ്പുള്ള വാമപ്പും ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് അക്യൂട്ടായിട്ടുള്ള ഇഞ്ചുറീസ്, അതിൽ ലിഗമെൻ്റ് ഇഞ്ചുറീസ് ആണ് വരും. പ്രധാനമായും വരുന്നത് ACL ലിഗമെൻ്റ് ഇഞ്ചുറി, പിന്നെ മെനിസ്കസ് ഇഞ്ചുറി, പിന്നെ വരുന്നത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർഹെഡ് അത്ലീറ്റ്സ് ആണ്, ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ്, വോളിബോൾ പ്ലെയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കോൺടാക്ട് സ്പോർട്സ്, ഫുട്ബോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കാല് കൂട്ടിയിടിക്കുക, ഷോൾഡർ തമ്മിൽ കൂട്ടിയിടിക്കുക, താഴെ വീഴുക, അപ്പോഴപ്പോഴും ഈ ഒരു ഇഞ്ചുറി വരാൻ, പെട്ടെന്നുള്ള ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ പലവിധ ഇഞ്ചുറീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പലവിധ ബുദ്ധിമുട്ടുകൾ ഗ്രൗണ്ടിൽ ഉണ്ടാവാറുണ്ട്. ആസ് എ സ്പോർട്സ് മെഡിസിൻ എന്തൊക്കെയാണ് നമുക്ക് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ? ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഒരു കളിയുടെ ഇടയിൽ ഡിസ്ലൊക്കേഷനാണ് മെയിൻലി കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള ലിംബിനും ഷോൾഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ നീ ജോയിൻ്റ് ആണെങ്കിൽ, പിന്നെ പറ്റില്ല, നമ്മൾ കാലിൻ്റെ ഷെയർട്ടൊക്കെ ഡിസ്ലൊക്കേറ്റഡ് ആണെങ്കിൽ പ്രോപ്പർ പൊസിഷനിൽ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പൊസിഷനിൽ തന്നെ ഇമ്മൊബിലൈസ് ചെയ്യുക. എന്തെങ്കിലും സ്പ്ലിൻറ്റോ നമ്മൾ കളിയിലൊക്കെ ഇൻ്റർനാഷണൽ കളികളിലൊക്കെ കണ്ടിട്ടുണ്ട്, സ്ലാബോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്തിട്ട് ഐസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം തന്നെ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ. അതുപോലെ കൂടുതലും നമ്മൾ കണ്ടുവരുന്നതാണ് ഒരു സ്പ്രേ അടിച്ച് വീണ്ടും കളികളിലേക്ക് ഏർപ്പെടുക. അതായത് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ആ പെയിനെ റിലീവ് ചെയ്തിട്ട് കളികളിലേക്ക് ഏർപ്പെടാം. ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു? അത് പെയിൻ്റെ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. പെയിൻ്റെ റീസൺ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു പെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പ്രത്യേകിച്ച് മെനിസ്കസ് ടയർ, ഗ്രേഡ് 3 മെനിസ്കസ് ടയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ മസിൽ സ്പ്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കളിയിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് വിഷയം ഉണ്ടാവില്ല. അപ്പോൾ പെയിൻ്റെ റീസൺ നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ പലരും ഇതിനെ അവഗണിച്ചുകൊണ്ട് അവരുടേതായിട്ടുള്ള കളികളിലേക്ക് ഏർപ്പെടുന്നുണ്ട്. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെയല്ലേ ചെയ്യുക? അതെ. പ്രത്യേകിച്ച് വളരെ കോമൺ ആയിട്ട് കാണുന്ന ACL ലിഗമെൻ്റ് ഇഞ്ചുറി. ഒരു പേഷ്യൻറ്റിന്, ഒരു അത്ലീറ്റിന് ACL ലിഗമെൻ്റ് ഇഞ്ചുറി വന്നു. അതിനുശേഷം പേഷ്യൻ്റ് പറയും എനിക്ക് നോർമൽ റൂട്ടീൻ ആക്ടിവിറ്റീസിന് ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈവൻ ചിലപ്പം കുറച്ച് കളിക്കാൻ വരെ പറ്റും. പക്ഷേ ഇൻ ബിറ്റ്വീൻ മുട്ട തെന്നി പോവും, ആൾ കാര്യമാക്കില്ല. പിന്നെ ഗ്രാജുവലി പേഷ്യൻ്റ് വരെ മെനിസ്കസ് ടയർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം സർജറി ചെയ്യുകയാണെങ്കിൽ ACL സർജറി മാത്രം ചെയ്ത് ഒതുക്കാൻ പറ്റും. പിന്നെ ചെയ്യുമ്പോൾ മെനിസ്കസ് ഇഞ്ചുറി, മെനിസ്കസ് റിപ്പയർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ കാർട്ടിലേജ് ലീഷൻ്റെ ഈ തരുണാസ്ഥിയുടെ സർജറി വേറെ ചെയ്യേണ്ടി വരും. 2-3 സർജറി അസോസിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഡിസ്ലൊക്കേഷൻ, അതായത് കുഴ തെറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരികയാണെങ്കിൽ നമ്മൾ സർജറിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ടോ? അത് പലപ്പോഴും പലർക്കുള്ള കൺഫ്യൂഷനാണത്. ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അഥവാ ഷോൾഡറിൻ്റെ കുഴ തെറ്റുന്നത് വളരെ കോമണാണ്. പ്രത്യേകിച്ച് ഷോൾഡർ എന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഒരു സോക്കറ്റ് ഉണ്ടാവും, അതിൽ ബോളായിട്ട് ഷോൾഡറിൻ്റെ ഹ്യൂമറസ് ബോണിൻ്റെ ബോൾ ഉണ്ടാവും, അത് കൂടെ തെറ്റിപ്പോവാറുണ്ട്. ഫസ്റ്റ് ഡിസ്ലൊക്കേഷനാണ്, അഥവാ ആദ്യത്തെ ഡിസ്ലൊക്കേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ഇല്ലാതെ ഫിസിയോതെറാപ്പിയിൽ ട്രൈ ചെയ്യാം. അതേസമയം 2-3 അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഡിസ്ലൊക്കേഷൻ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിനുള്ളിലുള്ള മുമ്പിലുള്ള ലിഗമെൻറ്റ് ടയർ ആയിട്ടുണ്ടാവും. MRI എടുത്താലേ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു 3 അതിലധികം ഡിസ്ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു മോർ ദാൻ 90% കേസിലും ആ ഒരു ലിഗമെൻറ്റ് ടയർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കീ ഹോൾ വഴി റിപ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ പണ്ടത്തെ മൈതാനങ്ങളെല്ലാം മാറി വീണ്ടും ടർഫിലേക്ക് എത്തി തുടങ്ങി. സോ എവിടെ നോക്കിയാലും ടർഫ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ടർഫിൽ കളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടർഫിൽ ഒരു പ്രധാന കാരണം, ടർഫിൽ കളിക്കുമ്പോൾ ഇഞ്ചുറി വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ പലരും മണ്ണ് കളിച്ചിട്ടാണ് പരിചയം. പെട്ടെന്ന് സർഫസ് മാറല്ലേ. അപ്പം സിന്തറ്റിക് ആയിട്ടുള്ള ടർഫിൽ പെട്ടെന്ന് സർഫസ് മാറുന്ന സമയത്ത് ഒരു സർഫസ് അവെയർനെസ് ഉണ്ടാവില്ല അത്ലീറ്റ്സിന്. അതാണ് ഒരു പ്രധാന കാരണം വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫുട് വെയർ, പിന്നെ ടർഫിൻ്റെ പ്രതലം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇഞ്ചുറി പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. പ്രത്യേകിച്ച് ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ FIFA 11 പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ്. അപ്പം ഡെയിലി കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ടും ഈ ഒരു ഇഞ്ചുറി പ്രിവെൻഷൻ പ്രോട്ടോകോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഡോക്ടർ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹോട്ട് കംപ്രഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഐസ് കംപ്രഷൻ കൊടുക്കുക, ഇത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഹോട്ട് കംപ്രഷനും കോൾഡ് കംപ്രഷനും എപ്പോഴാണ് കൊടുക്കേണ്ടത്?
വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഒരു ഡൗട്ടാണ്. പെട്ടെന്നൊരു ഫീൽഡിലൊരു ഇഞ്ചുറി വരിക, അല്ലെങ്കിൽ ഒരു ഡിസ്ലൊക്കേഷൻ വരിക, ഉദാഹരണത്തിന് ACL ലിഗമെൻ്റ് ഇഞ്ചുറി വരിക, നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇഞ്ചുറിയിൽ അവിടേക്കുള്ള ബ്ലീഡിങ് കുറയ്ക്കാനും പെയിന് കുറയ്ക്കാനും ഒക്കെ ഏറ്റവും നല്ലത് ഐസ് പാക്കാണ്. നമ്മുടെ റൈസ് പ്രോട്ടോക്കോൾ എന്ന് പറയും. ഓക്കെ. റസ്റ്റ്, ഐസ്. അതിൽ രണ്ടാമത്തെ ആറിന് ശേഷമുള്ള വരുന്നത് ഐസാണ്. അപ്പോൾ പെട്ടെന്ന് അവിടേക്കുള്ള ബ്ലീഡിങ് കുറയ്ക്കാനും പെയിന് കുറയ്ക്കാനും, പിന്നെ അതേപോലെ തന്നെ നമ്മൾ സർജറി കഴിഞ്ഞ ഉടനെ ഐസ് പാക്ക് കൊടുക്കും പേഷ്യൻറ്റിന്. അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഐസ് പാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹോട്ട് ബാഗ് ഉപയോഗിക്കുന്നത് അതേസമയം ലോങ് ടേം ഇഞ്ചുറീസിലാണ്. കുറേ പഴകിയ ഇഞ്ചുറീസൊക്കെയാണ്, കുറേ പഴകിയ പെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോട്ട് ബാഗ് ഉപയോഗിക്കാം. അതേസമയം പെട്ടെന്നുള്ള ഇഞ്ചുറീസാണ്, നല്ല നീരുണ്ട്, ആ ഒരു രീതിയിലുള്ളൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഐസ് പാക്കാണ് വേണ്ടത്. ഓക്കെ. ഡോക്ടർ, നമ്മളിപ്പോൾ ഷോൾഡർ ഡിസ്ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന നടുവുളുക്ക്, അതെല്ലാവരിലും കാണുന്നതാണ്. കുറച്ച് വെയിറ്റ് എടുത്ത് പൊക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആങ്കിളിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം എത്രത്തോളം റിപ്പീറ്റായിട്ട് വന്നേക്കാം, അല്ലെങ്കിൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്? ആദ്യം നമുക്ക് ആങ്കിൾ സ്പ്രെയിനെ കുറിച്ച് പറയാം. ആങ്കിൾ സ്പ്രെയിൻ വളരെ കോമൺ ആയി ജീവിതത്തിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എല്ലാവർക്കും വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ആങ്കിൾ സ്പ്രെയിൻ എന്നുള്ളത്. ആങ്കിൾ സ്പ്രെയിൻ ഒരു ഫസ്റ്റ് ടൈം സ്പ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു 1-2 ആഴ്ച ചെറിയ ബ്രേസ് ഉപയോഗിച്ചിട്ട് നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും. അതേപോലെ നമ്മൾ ഈ പറഞ്ഞ റൈസ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ പോലീസ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയും. പ്രൊട്ടക്ഷൻ, ഒപ്റ്റിമൽ ലോഡിങ്, ഐസ്, കംപ്രഷൻ, ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയായി. ഒരു 2-3 വീക്സ് കൊണ്ട് നമ്മുടെ ലിഗമെന്റ് സ്പ്രെയിനൊക്കെ ഏകദേശം ഹീലായി നോർമൽ റൂട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ചില ആങ്കിൾ സ്പ്രെയിന് ക്രോണിക് ആങ്കിൾ ഇൻസ്റ്റെബിലിറ്റി എന്നൊക്കെ പറയും. കാല് ഇടയ്ക്കിടയ്ക്ക് തെന്നിപ്പോവുക. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് ഒരു മാസത്തിൽ തന്നെ ചിലപ്പോൾ 1-2 തവണ കുഴ തെറ്റിപ്പോകുന്ന പോലെ തോന്നും. ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള ഇഞ്ചുറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ MRI എടുത്തിട്ട് ലിഗമെന്റ് ടയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിഗമെന്റ് റിപ്പയറിലേക്കൊക്കെ പോകേണ്ടി വരും. അതേസമയം ഒരു ലിഗമെന്റ് സ്പ്രെയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി മെഡിസിനും ഫിസിയോയോടുകൂടി അത് ശരിയാവും.